തൃശൂർ ചേലക്കരയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. മണ്ണാത്തിപ്പാറയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സൂരജ് സജി നൽകും തൃശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. സൂരജ്, ഈ മേഖലയിൽ നേരത്തെയും കാട്ടാന എത്തിയതാണ്. ഇപ്പോൾ കൃഷി വലിയൊരു തോതിൽ അവിടെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. ഈ ഉദ്യോഗസ്ഥർ എത്തി ആനയെ തുരത്താനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇപ്പോഴും ഈ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണോ ആനക്കൂട്ടം? പ്രജനി, ജനവാസ മേഖലയിൽ നിന്ന് കാട്ടാനക്കൂട്ടം മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പ്രദേശവാസികൾ പറയുന്നത് വലിയ ആശങ്കയാണ്. കാരണം വീടുകൾക്കരികിലാണ് ഈ കാട്ടാനക്കൂട്ടം എത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ ഭീതിയാണ് നിലനിൽക്കുന്നതെന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത്. നേരത്തെയും ഇവിടെ കാട്ടാന എത്തിയ സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടക്കം പരാതികൾ അറിയിച്ചിരുന്നതാണ്. പക്ഷേ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങാതെ നിരീക്ഷണം ഉൾപ്പെടെ ഏർപ്പെടുത്തും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഈ തോന്നൂർക്കര, മണ്ണാത്തിപ്പാറ തുടങ്ങിയ ഈ പ്രദേശത്ത് കാട്ടാന എത്തുന്നു. അവിടെ ഒരാളുടെ വീട്ടിൽ, അതായത് ഷൈൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ചേർന്ന് മാത്രം 25 വാഴകൾ കാട്ടാന നശിപ്പിച്ചു. അതോടൊപ്പം തന്നെ സമീപത്തെ പ്ലാവുകളിൽ നിന്നുണ്ടായിരുന്ന ചക്കകളടക്കം ഈ ഭക്ഷിച്ച ശേഷമാണ് കാട്ടാന മടങ്ങിയത് എന്നുള്ളതാണ് പറയുന്നത്. അത് ഒന്നിൽ കൂടുതൽ കാട്ടാനകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത്. വീടുകൾക്ക് തൊട്ടരികിലാണ് ഇന്ന് കാട്ടാന എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭീതി ഒഴിവാക്കുന്നതിന് വേണ്ട അടിയന്തര നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ കുതിരാൻ തുരങ്കം തുറന്നതിന് ശേഷമാണ് ഈ മേഖലയിലേക്ക് കാട്ടാന എത്തിത്തുടങ്ങിയത്. കാട്ടാന ഇറങ്ങുന്നത് തടയാനായിട്ട് സൗരോർജ്ജ വേലി അടക്കം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ കുതിരാനിൽ സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.